ഇന്ന് ലോക വാർത്താവിനിമയ ദിനം. ലോകം മുഴുവൻ ഒരു കുടക്കീഴിൽ എന്ന വിപ്ലവകരമായ നേട്ടത്തിന് പിന്നിൽ വാർത്താവിനിമയ രംഗത്തുണ്ടായ പുരോഗതിയുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് ലിംഗസമത്വം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സാങ്കേതിക രംഗത്ത് നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം വ്യാപകമാകുന്ന കാലത്താണ് മറ്റൊരു വാർത്താവിനിമയ ദിനം കൂടി വന്നെത്തുന്നത്. മൊബൈൽ ഫോണിലും ഇന്റർനെറ്റിലും മാത്രമല്ല, ബിസിനസ് രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മറ്റു മേഖലകളിലുമെല്ലാം AI സേവനം എത്തിക്കഴിഞ്ഞു. ലോകം ഒരാഗോള ഗ്രാമമായി മാറുന്നതിൽ വാർത്താവിനിമയ രംഗത്തെ പുരോഗതി നിർണായക പങ്കുവഹിച്ചു. ഡിജിറ്റൽ രംഗത്ത് ലിംഗസമത്വം ഉറപ്പാക്കുക എന്നതാണ് ഇത്തവണ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1865 സ്ഥാപിച്ച രാജ്യാന്തര വാർത്താവിനിമയ സംഘടനയാണ് ഈ ദിനാഘോഷത്തിനു പിന്നിൽ. ഫോൺ, ഇന്റർനെറ്റ് തുടങ്ങിയ ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വ്യാപകമാക്കാൻ ലക്ഷ്യമിട്ടാണ് UN 2006 മുതൽ മെയ് 17 വാർത്താവിനിമയ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. അന്തർദേശീയ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ഈ ദിനം ലോക ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ സൊസൈറ്റി ദിനമായി ആചരിക്കുന്നു. ലോക നിലവാരത്തെ അപേക്ഷിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഫോൺ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് വാർത്താവിനിമയ ദിനം ആചരിക്കാൻ തീരുമാനമെടുത്തത്. എന്നാൽ ഇന്ന് ലോകത്ത് ഈ മേഖലയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. റിസർച്ച് ഡെസ്ക് 24.